മുളപ്പിച്ച ചെറുപയർ കൊണ്ട് നമ്മൾ ഇന്നൊരു ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചെറുപയർ മുളപ്പിച്ചതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇത് ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. പൊട്ടാസ്യം, മഗ്നീഷ്യം, ഒമേഗ 3 ഫാറ്റി ആസിഡും എല്ലാം ഇതിലുണ്ട്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ചീത്ത കൊളസ്ട്രോളിനെ അകറ്റാനും ഒക്കെ നല്ലതാണ്. അതേപോലെ പ്രമേഹ രോഗികൾക്ക് ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ആയതുകൊണ്ട് തന്നെ വളരെ നല്ലതാണ്. വെയിറ്റ് കുറയ്ക്കാൻ, ദഹന പ്രശ്നങ്ങൾ അകറ്റാൻ ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ഈ മുളപ്പിച്ച പയറൊന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് സവാള അരിഞ്ഞത് അല്ലെങ്കിൽ ചെറിയ ഉള്ളി അരിഞ്ഞത്, പച്ചമുളക്, അതേപോലെ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് താളിക്കാനായിട്ടാണത്. അപ്പോൾ നമ്മുടെ ചെറുപയറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്തൊരു പാനിലേക്ക് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൊടികളെന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കുറച്ച് ഗരം മസാല, അടുത്തതായിട്ട് ഏകദേശം 1 ടീസ്പൂൺ അളവിൽ ചതച്ച മുളക് ചേർക്കുന്നുണ്ട്. ഇനി കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം മുളപ്പിച്ച ചെറുപയർ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അടിപൊളി ഒരു ചെറുപയർ ഫ്രൈ ആണ്. നമുക്ക് ഓട്സിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. ഓട്സ്, അതേപോലെ ചോറ്, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ്. പുട്ടിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചാറ് അതുപോലുള്ള കാര്യങ്ങളില്ലാത്ത രീതിയിലുള്ള ഒരു കറിയാണ് കേട്ടോ. നമ്മളിത് സ്ഥിരമായിട്ട് ഇപ്പോൾ ഇത് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യുക. താങ്ക്